ഇന്റീരിയർ കഴിഞ്ഞ ഒരു അടിപൊളി വീട് കണ്ടാലോ. സ്ക്വയർ വരുന്ന ഈ വീട്ടിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണുള്ളത്. നമ്മുടെ എൻട്രൻസിൽ കയറി വരുമ്പോ ഇവിടെ വരുന്നത് ഒരു TV യൂണിറ്റ് ആണ്. നല്ല കളർ തീമിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. മരത്തിന്റെയും വൈറ്റ് തീമിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫുള്ളി ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സൈഡ് സ്ട്രിപ്പിലൊക്കെ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡൈനിങ്ങിലോട്ടാണ് എത്തുന്നത്. ഡൈനിങ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കബേർഡ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്രോക്കറി വെക്കാനും മറ്റുമായിട്ട് നമുക്ക് ഒരുപാട് പോർഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ വാഷ് ബേസിൻ ഏരിയ വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വീടിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ള കോർട്ട്യാർഡ് പോർഷൻ ആണ് കേട്ടോ. എൻട്രൻസ് ഉള്ളിലോട്ടുണ്ട്. ഒരു സൈഡ് കിച്ചണിന്നുണ്ട്, പിന്നെ ഒരെണ്ണം നമ്മുടെ ഡൈനിങ്ങിന്റെ പോർഷനുണ്ട്. പിന്നെ ഇവിടെയാണ് കിണറൊക്കെ വരുന്നത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2 ബെഡ്റൂംസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതാണ് കേട്ടോ താഴെ വരുന്ന ഒരു ബെഡ്റൂം. നമുക്ക് ഡ്രസ്സിംഗ് ഏരിയയിൽ വലിയ മിററും കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. കബോർഡ്സ് ഒക്കെ ഫുള്ളി റെഡിയാണ്. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ മറ്റൊരു ബെഡ്റൂം വരുന്നത് നമ്മുടെ കിച്ചന്റെ സൈഡിലായിട്ടാണ്, സ്റ്റെയറിന് ഓപ്പോസിറ്റ് ആയിട്ട്. കബേഴ്സിലെല്ലാം കളർ തീംസ് ഡിഫറെന്റ് ആയിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമിലും തന്നെ നമുക്ക് ഡ്രസ്സിംഗ് ഏരിയ നല്ല രീതിയിൽ തന്നെ ഇന്റീരിയർ ചെയ്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ബാത്റൂം. ഇത് ഞങ്ങൾ ലേഡീസിന് ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ഞാൻ കാണിച്ചു തരട്ടെ. ലേഡീസിനല്ല, ആർക്കും യൂസ് ചെയ്യാം. ഈ കോണിയുടെ താഴെയുള്ള ഒരു പോർഷൻ നമുക്ക് ഇങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ മാറ്റിയിരിക്കാൻ കേട്ടോ. നമുക്ക് ഇവിടെ അയൺ ചെയ്യാനും ഇതിനൊക്കെ വളരെ സൗകര്യപ്രദമാണ്. നമുക്ക് അതിന് വേണ്ടിയിട്ട് വേറൊരു സ്പേസ് ഇവിടെ കളയുന്നില്ല. ഇവിടെ നമുക്ക് അതിനുള്ള ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അടിയിൽ കബേർഡ്സും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ബാറ്ററി, ഇൻവെർട്ടർ ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ടുള്ള ഒരു പോർഷനും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്റീരിയർ കഴിഞ്ഞിട്ടുള്ള നല്ലൊരു ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ. ഒരുപാട് കബേർഡ് പോർഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോ പാത്രങ്ങളൊന്നും പുറത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ്. പിന്നെ അതിന്റെ തൊട്ട് പുറകിൽ തന്നെ നമുക്കൊരു ചെറിയ വർക്ക് ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൈൽസ് ആണ് കേട്ടോ. വാൾ ടൈൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
ഫ്രണ്ട് ഓപ്പൺ ഏരിയ ആണ് വരുന്നത്. ഒരെണ്ണം പുറകിലോട്ടായിട്ടുള്ളതാണ്, ഒരെണ്ണം ബാൽക്കണി ഫ്രണ്ടിലോട്ടും. വാഷിംഗ് മെഷീൻ ഇടാനുള്ള സ്പേസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ടിലോട്ട് വ്യൂ ആയിട്ടുള്ള ബാൽക്കണി. ഈ വില്ലയുടെ 1.5 കിലോമീറ്ററിനുള്ളിൽ തന്നെ ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയും വരുന്നുണ്ട്. മണ്ണുത്തി നിയർ ബൈ ആയതുകൊണ്ട് തന്നെ മണ്ണുത്തി യൂണിവേഴ്സിറ്റി, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും ഈ വില്ലയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ.